നമസ്കാരം. പ്രപഞ്ചത്തിലെ ഏറ്റവും നിഗൂഢവും വിസ്മയകരവുമായ പ്രതിഭാസങ്ങളിലൊന്നാണ് ബ്ലാക്ക് ഹോളുകൾ. സ്വന്തം ഗുരുത്വാകർഷണ വലയത്തിൽപ്പെടുന്ന പ്രകാശത്തെ പോലും പുറത്തുവിടാത്ത ഈ പ്രതിഭാസങ്ങളെക്കുറിച്ച് ഓരോ പുതിയ വിവരവും മനുഷ്യൻ്റെ പ്രപഞ്ചശാസ്ത്ര വിജ്ഞാനത്തെ പുതിയ തലങ്ങളിലേക്ക് നയിക്കുന്നവയാണ്. ഇപ്പോഴിതാ ഭൂമിയിൽ നിന്നും ഏകദേശം 6 കോടി പ്രകാശവർഷം അകലെയുള്ള ഒരു ഭീമൻ സർപ്പള ഗാലക്സിയുടെ കേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിഭീമനായ ഒരു ബ്ലാക്ക് ഹോൾ ചുറ്റുമുള്ള പ്രപഞ്ച പദാർത്ഥങ്ങളെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അതീവ ദൃശ്യഭംഗിയുള്ള ഒരു ചിത്രം നാസ പുറത്തുവിട്ടിരിക്കുന്നു. നാസയുടെ പ്രശസ്തമായ ചന്ദ്ര എക്സ്റേ ഒബ്സർവേറ്ററിയും ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയും സംയുക്തമായി ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ വിസ്മയ ചിത്രം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ശാസ്ത്രലോകത്തെയും പ്രപഞ്ച പ്രേമികളെയും ഒരേപോലെ ആവേശത്തിലാഴ്ത്തുന്നതാണ് ഈ പുതിയ കണ്ടെത്തലുകൾ. ജ്യോതിശാസ്ത്രജ്ഞർക്ക് സുപരിചിതമായ NGC 1365 എന്ന ഭീമൻ ഗാലക്സിയുടെ കേന്ദ്രത്തിലാണ് ഈ രാക്ഷസ തമോഗർത്തം സ്ഥിതി ചെയ്യുന്നത്. ഫോർനാക്സ് നക്ഷത്ര സമൂഹത്തിൽ ഉൾപ്പെടുന്ന ഈ ഗാലക്സി പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വലിയ സർപ്പള ഗാലക്സികളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മുടെ സ്വന്തം ആകാശഗംഗയുടെ ഏതാണ്ട് ഇരട്ടി വലിപ്പമുണ്ട് NGC 1365 എന്ന ഗാലക്സിക്ക് എന്ന് നാസ വ്യക്തമാക്കുന്നു. ഇതിൻ്റെ കേന്ദ്രത്തിലുള്ള ബ്ലാക്ക് ഹോളിനാകട്ടെ നമ്മുടെ സൂര്യൻ്റെ പിണ്ഡത്തിനേക്കാൾ 20 ലക്ഷം മടങ്ങ് അധികം വലിപ്പമുണ്ട്. പ്രപഞ്ചത്തിലെ ഏത് വസ്തുവിനെയും ആകർഷിക്കാൻ ശേഷിയുള്ള ഈ ബ്ലാക്ക് ഹോൾ തനിക്ക് ചുറ്റുമുള്ള വാതകങ്ങൾ, പ്രപഞ്ച ധൂളികകൾ, നക്ഷത്ര അവശിഷ്ടങ്ങൾ എന്നിവ നിരന്തരമായി തന്നിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് വലിപ്പം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അനന്തമായി വിളമ്പി വച്ചിരിക്കുന്ന ഒരു വലിയ സദ്യയ്ക്ക് മുന്നിലിരുന്ന് ആർത്തിയുടെ ഭക്ഷണം കഴിക്കുന്ന ഒരു ജീവിയെ പോലെയാണ് ഈ ബ്ലാക്ക് ഹോൾ ചുറ്റുമുള്ള പദാർത്ഥങ്ങളെ വിഴുങ്ങുന്നതെന്ന് ചന്ദ്ര ഒബ്സർവേറ്ററിയിലെ ശാസ്ത്രജ്ഞർ തമാശയായി വിശേഷിപ്പിച്ചത് ഇതിൻ്റെ വിഴുങ്ങൽ ശേഷിയുടെ ആഴം വ്യക്തമാക്കുന്നു. നാസ പുറത്തുവിട്ട ചിത്രത്തിൻ്റെ ഘടനയും ദൃശ്യഭംഗിയും പ്രപഞ്ചശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. വളരെ നാടകീയമായ ഒരു കോണിൽ നിന്നാണ് ഈ ഗാലക്സിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത്. ഗാലക്സിയുടെ തിളങ്ങുന്ന പിങ്ക് നിറത്തിലുള്ള കാമ്പ് നമ്മുടെ വലതു തോളിലേക്ക് നോക്കി നിൽക്കുന്നത് പോലെയുള്ള ഒരു പ്രതീതിയാണ് ഈ ചിത്രം സമ്മാനിക്കുന്നത്. ഇരുണ്ട സമുദ്രത്തിലെ വമ്പൻ തിരമാലകളെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ വിളറിയ ചാരനീല നിറത്തിലുള്ള പ്രപഞ്ച പദാർത്ഥങ്ങളുടെ വലിയ ചുഴികൾ ഈ തിളങ്ങുന്ന പിങ്ക് കാമ്പിലേക്ക് സർപ്പിളാകൃതിയിൽ ഒഴുകി ഇറങ്ങുന്നതായി കാണാം. ഇതോടൊപ്പം തിളങ്ങുന്ന പിങ്ക് വൃത്തങ്ങളും ചുവപ്പ് നിറത്തിലുള്ള ചെറിയ പുള്ളികളും ഈ ചുഴലിക്കാറ്റ് പോലെയുള്ള സർപ്പിള ഗാലക്സിയിലുടനീളം ചിതറിക്കിടക്കുന്നതും ചിത്രത്തിൽ വ്യക്തമാണ്. സാങ്കേതികമായി ഇതൊരു ബാർഡ് സ്പൈറൽ ഗാലക്സി വിഭാഗത്തിൽപ്പെടുന്നതാണ്. നക്ഷത്രങ്ങളും വാതകങ്ങളും പ്രപഞ്ച ധൂളികളും കൊണ്ട് നിർമ്മിതമായ നീളമുള്ള ഒരു ബാർ പോലെയുള്ള ഘടന ഇതിൻ്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്നതിനാലാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. ഈ ബാറിൻ്റെ ഇരുവശങ്ങളിൽ നിന്നുമാണ് സർപ്പിളമായ കൈകൾ പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നത്. ഈ ഘടനയാണ് ഗാലക്സിയുടെ കാമ്പിലേക്ക് പ്രപഞ്ച പദാർത്ഥങ്ങളെ എത്തിക്കുന്നതും അവിടെ പുതിയ നക്ഷത്രങ്ങളുടെ ജനനത്തിന് കാരണമാകുന്നതും. നേരത്തെ ഒരു ഗ്രഹണം നടന്ന സമയത്തും നാസ ഈ പ്രത്യേക തമോഗർത്തത്തെക്കുറിച്ച് വിശദമായ പഠനങ്ങൾ നടത്തിയിരുന്നു. ഇതിൻ്റെ കേന്ദ്രത്തിൽ സജീവമായ ഒരു ഗാലക്റ്റിക് ന്യൂക്ലിയസ് അടങ്ങിയിട്ടുണ്ടെന്ന് ശാസ്ത്രജ്ഞർ അന്ന് തന്നെ സ്ഥിരീകരിച്ചിരുന്നു. ഈ ബ്ലാക്ക് ഹോളിന് ചുറ്റുമുള്ള പദാർത്ഥങ്ങൾ വലിയൊരു ഡിസ്ക് രൂപത്തിലാണ് നിലകൊള്ളുന്നത്. ഈ ഡിസ്ക്കാണ് ബ്ലാക്ക് ഹോളിന് ആവശ്യമായ ഭക്ഷണം നിരന്തരമായി നൽകിക്കൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് ഹോളിൻ്റെ അതിർത്തിയായ ഇവൻറ്റ് ഹൊറൈസൺ അഥവാ പ്രകാശത്തിന് പോലും രക്ഷപ്പെടാൻ സാധിക്കാത്ത ആ അവസാനത്തെ അതിരിലേക്ക് വീഴുന്നതിന് തൊട്ട് മുൻപ് ചുറ്റുമുള്ള വാതകങ്ങൾ ദശലക്ഷക്കണക്കിന് ഡിഗ്രി താപനിലയിലേക്ക് ചൂടാക്കപ്പെടുന്നു. ഈ പ്രക്രിയക്കിടയ്ക്കിലാണ് അതിശക്തമായ എക്സ്റേ കിരണങ്ങൾ പുറന്തള്ളപ്പെടുന്നത്. ഈ കിരണങ്ങളെയാണ് ചന്ദ്ര ഒബ്സർവേറ്ററി കൃത്യമായി ഒപ്പിയെടുത്തത്. പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും ഗാലക്സികളുടെ പരിണാമത്തെക്കുറിച്ചും പഠിക്കുന്ന ശാസ്ത്രജ്ഞർക്ക് ഈ പുതിയ ചിത്രവും അതിലൂടെ ലഭിക്കുന്ന വിവരങ്ങളും വരും ദിവസങ്ങളിൽ വലിയ തോതിൽ സഹായകരമാകും എന്നതിൽ സംശയമില്ല. വെബ് ഡെസ്ക് തത്വമൈ TV.